ഓരോ കാലയളവിൽ ജനിക്കുന്ന ജനറേഷന് ഓരോ പേര് നൽകുന്നു. ഇപ്പോൾ 2025 ശേഷം ജനിച്ച കുട്ടികളൊക്കെ പുതിയ ജനറേഷന് പേരുകൾ അറിയാം. വളരെയധികം സൗകര്യങ്ങളുടെ മധ്യയാണ് നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ 8 മോറൽ ഹട്ടുകളിൽ അല്ലെങ്കിൽ കുറേ ദിവസങ്ങളിൽ ദീനീ കാര്യങ്ങൾ പഠിച്ച കുട്ടികൾ എന്ന നിലയിൽ ഞാനൊരു 3-4 ചോദ്യങ്ങൾ ചോദിച്ച് ഞാനിവിടുന്ന് പോകാം. ഒന്നാമത്തെ ഒരു ചോദ്യം, നിങ്ങളുടെ കയ്യിൽ പാഡുണ്ടോ? കടലാസുണ്ടോ? വേണ്ട, മനസ്സ് കുറിച്ചാൽ മതി. 1-2 ആളുകളെങ്കിലും എനിക്ക് ഉത്തരം തരണം, അതെൻ്റെ ഒരു സന്തോഷത്തിനാണ്. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമ്മളൊക്കെ സത്യവിശ്വാസികളാണ്, ആണോ? ഉറപ്പുണ്ടോ? ഒന്ന് ഉറപ്പിച്ച് പറയും, ഞങ്ങൾ സത്യവിശ്വാസികളാണ്. ഒന്ന് പറഞ്ഞേ, ഏതാണ് ആ സത്യം? നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ള ആ സത്യം ഏതാ? നിങ്ങൾ സത്യവിശ്വാസികളാണെന്ന് പറഞ്ഞല്ലോ അല്ലേ? നിങ്ങൾ വിശ്വസിച്ചിട്ടുള്ള ആ സത്യം എന്താ? ഒരാൾ പറഞ്ഞാൽ മതി. തെറ്റുമെന്നുള്ള പേടിയാ? ഒരു മനുഷ്യൻ ആ സത്യം ഉച്ചരിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോയാൽ അയാൾ നാളെ സ്വർഗത്തിലാന്നാ. അപ്പോൾ ഏതാ സത്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ലളിതമല്ലേ അല്ലേ? വളരെ ലളിതമായ ഒരു വാക്യമല്ലേ, ഒരു വാക്കല്ലേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാർക്കും ഉച്ചരിച്ചുകൂടെ മരിക്കുമ്പോൾ കഴിയില്ല. നിങ്ങളൊക്കെ കുട്ടികളാ. മുതിർന്ന ആളുകളിൽ പലരുടെയും അവസാന നിമിഷങ്ങൾക്ക് സാക്ഷികളായവരുമുണ്ടാകും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ 2-3 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളതിന് പറയും സക്കറാത്തിൻ്റെ സമയം അല്ലേ? റൂഹിങ്ങനെ തൊണ്ടക്കുഴിയിലെത്തി, മരണമിങ്ങനെ അല്ലേ, ഇങ്ങനെ ഓരോ നിമിഷങ്ങളായി അയാളങ്ങനെ മുറുക്കി പിടിമുറുക്കി അയാളുടെ ഭൗതിക ശരീരം നിശ്ചലമാകുന്ന സമയം. ആ വേളയിൽ ഇങ്ങനെ അടുത്തിരുന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചെവിയിൽ മന്ത്രിച്ചു കൊടുത്തിട്ട് നീ പറയണമത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രതീക്ഷയോടുകൂടി ഞാൻ അയാളുടെ ചുണ്ടിലേക്ക് നോക്കിയിട്ടുണ്ട്, ചെവി ഇങ്ങനെ ചേർത്ത് പിടിച്ച് നോക്കിയിട്ടുണ്ട്, ഇയാൾ ലാ ഇലാഹ ഇല്ലെന്ന് പറയുന്നുണ്ടോ? പക്ഷെ 1-2 സഹോദരങ്ങൾക്ക് എൻ്റെ നേരനുഭവമാണ്, സാധിച്ചിരുന്നില്ല. പ്രവാചകൻ പറഞ്ഞതുപോലെ തൊണ്ടക്കുഴിയിൽ നിന്ന് എന്തോ ഒരു അപശബ്ദമല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരണപ്പെട്ടു പോകാൻ അതൊരു മഹാഭാഗ്യമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിച്ച സത്യം, നിങ്ങൾ സത്യവിശ്വാസികളാകുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിക്കുമ്പോഴാണ്. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവല്ലാതെ ആരാധ്യനില്ല അല്ലേ? അത് പറയുന്നത് എങ്ങനെ? ലാ ഇലാഹ, ഒരു നിഷേധം കൊണ്ടാണ് തുടങ്ങുന്നില്ലേ? ലാ ഇല്ല, ഇലാഹില്ല, ഇല്ലല്ലാ, അള്ളയൊഴികെ. അപ്പോൾ അള്ളാഹു മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പിക്കുക. ശരി, എൻ്റെ ചോദ്യം അതല്ല. സത്യവിശ്വാസികൾക്ക് ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു 2-3 അനുഗ്രഹങ്ങൾ നിങ്ങൾ പറയണം. സത്യവിശ്വാസികൾക്ക് ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. നാളെ ആഖിറത്തിൽ എന്താ കിട്ടുക? ഉറക്കെ പറയും, സ്വർഗം. നമുക്ക് ആഖിറത്തിൽ മാത്രം മതിയോ? ഓരോ ദുനിയാവിലും വേണം. നമ്മളൊക്കെ കൂടുതൽ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന ഏതാ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹമാണ് രാവിലെ ഞങ്ങൾ നമസ്കരിക്കുന്ന പള്ളി രാവിലെ വന്ന് തുറക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാവിലത്തെ തഹിയ്യത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ ആ 2 റക്അത്ത് ചിലപ്പോൾ ഇക്കാമത്ത് കൊടുക്കുന്നത് വരെ നീളും. 15 മിനിറ്റൊക്കെ 2 റക്അത്ത് നിസ്കരിക്കും. അപ്പോൾ ദീർഘസമയം അദ്ദേഹം സുജൂദ് കിടക്കുകയാണ്.
ഞാനൊരിക്കൽ അദ്ദേഹത്തിനോട് നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു, നീ ചോദിച്ചതിലുള്ള കൂടുതൽ കാര്യങ്ങളും ദുനിയാവുമായി ബന്ധപ്പെട്ടതല്ലേ? അപ്പം അദ്ദേഹം അങ്ങനെ ചിരിച്ചു. ശരിയാ, നമ്മളൊക്കെ അങ്ങനെയാണല്ലേ. നമ്മളൊക്കെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ പ്രാർത്ഥിക്കുക. നിങ്ങൾ എന്തായിരിക്കും കൂടുതൽ പ്രാർത്ഥിക്കുക? ഇപ്പം SSLC പരീക്ഷ കഴിഞ്ഞവൻ ഓരോ വക്ത് നിസ്കാരത്തിന് ശേഷവും പ്രാർത്ഥിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കുക? ഫുൾ A+ കിട്ടണേന്നല്ലേ. ഫുൾ A+ ദുനിയാവുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ. ഇനി ഫുള്ള് കിട്ടിയില്ലെങ്കിലും അല്ലേ, പെരയിലേക്കും അവരവരുടെ കൂട്ടുകാർക്കിടയിലേക്കും ഇങ്ങനെ അഭിമാനത്തോടു കൂടി എന്നെ മോശമാക്കല്ലേ റബ്ബേ നമ്മൾ പ്രാർത്ഥിക്കും. ദുനിയാവ. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ എന്താ പ്രാർത്ഥിക്കുക? ആ രോഗം ശമനമാക്കി കിട്ടുന്നതിനല്ലേ, രോഗം ഭേദമാകുന്നു, ഒക്കെ ദുനിയാവായിട്ട് ബന്ധപ്പെട്ട. അപ്പം ഞാൻ സൂചിപ്പിച്ചത്, പരലോകത്തേക്കാൾ കൂടുതൽ നമ്മൾ ദുനിയാവിനെക്കുറിച്ച് പടച്ചവനോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നവരാ. അങ്ങനെയെങ്കിൽ സത്യവിശ്വാസികൾക്ക് ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒരു 2 or 3 നിങ്ങൾ പറയണം. മോറൽ ഹട്ടിൽ നിന്നാണല്ലോ നിങ്ങൾ വരുന്നത് അല്ലേ? ശരി, മോളെന്ന് പറഞ്ഞേ. സത്യവിശ്വാസികൾക്ക് ദുനിയാവിൽ കിട്ടുന്ന അനുഗ്രഹം ആർക്കും പറയട്ടോ. ഞാനിങ്ങനെ ഒരാളെങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞവർക്ക് പ്രയാസം ഉണ്ടാവണ്ട. നിങ്ങൾ 200-ലധികം 300ഓളം കുട്ടികളുണ്ട് ഇവിടെ. 2-3 ദിവസം നിങ്ങളെ പഠിപ്പിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് എനിക്കറിയണമല്ലോ. ഏറ്റവും വലിയ ദുനിയാവിൽ സത്യവിശ്വാസിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? ഉറക്കെ പറഞ്ഞോ. ഹിദായത്ത്, സന്മാർഗം കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അത് തന്നെയല്ലേ സത്യവിശ്വാസം എന്ന് പറഞ്ഞാൽ അല്ലേ? അത് കിട്ടിയാൽ കിട്ടുന്ന അനുഗ്രഹമാണ് ചോദിച്ചത്. ഹിദായത്ത് കിട്ടിയ ഒരാൾക്ക്, സത്യവിശ്വാസിയായ ഒരാൾക്ക് ദുനിയാവിൽ കിട്ടുന്ന മറ്റനുഗ്രഹങ്ങൾ ഏതും പറയാം. നല്ല കൂട്ടുകെട്ടുണ്ടാവും, പിന്നെ മനസമാധാനം കിട്ടും. അതാ കണ്ട, മനസമാധാനം കിട്ടും. വേറെ ഇനി പറഞ്ഞോളൂ. സത്യവിശ്വാസികൾക്ക് ദുനിയാവിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവൾ പറഞ്ഞത്, സ്വാസ്ഥ്യം, സമാധാനം. അതെങ്ങനെ ഉണ്ടാവുക? 10ാം ക്ലാസ് തോറ്റാൽ സമാധാനം ഉണ്ടാവുമോ? നിങ്ങൾ പറയും 10ാം ക്ലാസ് തോറ്റപ്പം നിങ്ങൾ പരീക്ഷ എഴുതിയിരിക്കുന്ന ആൾക്കാരല്ലേ. +2 തോറ്റാൽ, 10ാം ക്ലാസ്സിൽ തോറ്റാൽ, അല്ലെങ്കിൽ നമ്മൾ എഴുതിയൊരു മത്സര പരീക്ഷയ്ക്ക് തോറ്റാൽ സമാധാനം ഉണ്ടാവുക? അല്ല. പക്ഷെ അതൊക്കെ നൈമിഷികമാണ്. കുറച്ചുള്ള 1 കൊല്ലം വേണ്ട, അടുത്ത് നമുക്ക് വീണ്ടും പരീക്ഷ എഴുതി വലിയ മാർക്കോടുകൂടി വിജയിക്കാൻ പറ്റില്ലേ? കഴിയില്ലേ? ദുനിയാവിലുള്ള നമ്മുടെ പരാജയങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം അനുസരിച്ചാണ് നടക്കുക, നമുക്കതൊക്കെ ഓവർകം ചെയ്യാൻ കഴിയും. 10ാം ക്ലാസ്സിൽ 2-3 തവണ തോറ്റ ആളുകളാണ് പിന്നീട് PhD ഒക്കെ എടുത്ത് വലിയ കലാലയങ്ങളിൽ പഠിപ്പിക്കുന്നവർ. എൻ്റെ നാട്ടിൽ 2 SSLC ബുക്കുള്ളൊരു ചങ്ങാതിയുണ്ട്, എൻ്റെ കൂടെ പഠിച്ചതാണ്. അപ്പോൾ തമാശയായിട്ട് പറയും, നിനക്കൊക്കെ 1 ബുക്കല്ലേ ഉള്ളൂ, ഞാൻ ഫസ്റ്റ് ചാൻസ് പാസ്സായി, എനിക്കൊരു ബുക്കാണ്. ആ ബുക്കിൽ തന്നെ പിന്നെ 2 പ്രാവശ്യം എഴുതുന്നതും കൂടെ എഴുതാം. 3 തവണ എഴുതിയാൽ ആ ബുക്കിൽ തന്നെ മാർക്ക് എൻ്റർ ചെയ്യുക. 4ാം തവണ എഴുതുമ്പോഴാണ് 2ാമത്തെ ബുക്ക് കിട്ടുക, 2ാമത്തെ സർട്ടിഫിക്കറ്റ് കിട്ടുക. അവന് 2 എണ്ണം ഉണ്ട്. 4ാം തവണ പാസ്സായിട്ട് അവൻ നിർത്തിയില്ല, പിന്നെയും പഠിച്ചു. നാട്ടിലെ ഏറ്റവും കൂടുതൽ ഡിഗ്രികളുള്ള കൂട്ടത്തിലൊരാൾ അയാളാണ്. അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾ നമ്മുടെ കൂട്ടത്തിലൊക്കെ പല ആളുകളും നിങ്ങളുടെ വീട്ടിലുണ്ടാവാം, നിങ്ങളുടെ പരിചയത്തിലുണ്ടാകാം, അയൽപ്പക്കങ്ങളിലുണ്ടാവാം, നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അധ്യാപകരുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവാം. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്നവരില്ലേ? രോഗികളുണ്ടാവില്ലേ? കഠിനമായ രോഗങ്ങൾ, ഒരിക്കലും ചികിത്സിച്ചിട്ട് ഭേദമാവാത്ത രോഗങ്ങൾ. മരണം മാത്രമാണ് ആ രോഗത്തിൽ നിന്ന് അവരെ വിമുക്തരാക്കുന്നത് എന്ന് പറഞ്ഞാൽ മരണത്തോടു കൂടി അവരുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങും. അങ്ങനെയുള്ള രോഗികളായ ആളുകൾ പോലും വളരെ ചിരിച്ചും
കാണാൻ ചെല്ലുന്ന ആളുകളെയൊക്കെ ഇങ്ങോട്ട് സന്തോഷിപ്പിച്ചുമൊക്കെ നമ്മൾ കാണും. അവർക്കൊക്കെ അതിനുള്ള കരുത്ത് എവിടുന്നാണ് കിട്ടുന്നത്? നിങ്ങൾ പറയും, എവിടുന്നാണ് കിട്ടുന്നത്? അവരുടെ വിശ്വാസത്തിൽ നിന്നാണ്. ഞാൻ ഈ ദുനിയാവിൽ കഷ്ടപ്പെട്ടാൽ, പ്രയാസപ്പെട്ടാൽ അത് അള്ളാഹ് കാണും. അതിനുള്ള പ്രതിഫലം അള്ളാഹു എനിക്ക് ഇവിടുന്ന് തന്നില്ലെങ്കിൽ എവിടുന്ന് തരും? നിങ്ങൾ പറയും, പരലോകത്ത് തരും. അവിടെയാണ്. ഇവിടെ ഖുർആനിൽ നിന്ന് സുദീർഘമായി ഓതി ആശയം പറഞ്ഞു നമ്മുടെ, അല്ലേ, ഒരു ഉമ്മ ഇവിടെ സംസാരിച്ചു. ഏത് സൂറ ഓതിയത്? നമുക്കൊക്കെ അറിയല്ലേ. നിങ്ങൾക്ക് വേണ്ട മുഴുവൻ ഉപദേശവും ആ ഖിറാഅത്തിലുണ്ട്. അതിൽ മഹാപാപത്തെക്കുറിച്ച് പറഞ്ഞു, അല്ലേ? ഏതാണ് പൊറുക്കപ്പെടാത്ത മഹാപാപം? ഏതാ? പുറയിലിരിക്കുന്ന ആളുകൾ കസേര നീങ്ങിയില്ലേ? അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമേത്? ശിർക്ക്. നമ്മുടെ കൂട്ടത്തിൽ ആരും ശിർക്ക് ചെയ്യുന്നവരുണ്ടാവില്ല. ഉണ്ടാവുമോ? ശിർക്കിൻ്റെ ലാഞ്ചന പോലും വരാൻ പാടില്ല. അങ്ങനെ ഉണ്ടാവില്ലല്ലോ. എൻ്റെ ഒരു നാവേ, അങ്ങനെ നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ പറയലില്ലേ, എൻ്റെ ഒരു നാവ്, അല്ലാത്ത നാവാട്ടോ, കരുനാവ് എന്നൊക്കെ പറയില്ലേ? ഉണ്ടോ? തമാശയായിട്ടാണ് പറയുന്നതെങ്കിൽ കുഴപ്പമില്ല, എങ്കിലും അത് കേൾക്കുന്നവനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ആരെങ്കിലും നമ്മെ എന്തെങ്കിലും പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പറ്റുമോ? അങ്ങനെ ഒരു വിശ്വാസം നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ ശരിക്കും നമ്മളെ വിശ്വാസം ആയിട്ടില്ല എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഹൈറും ഷെറുമൊക്കെ ആരുടെ തീരുമാനം അനുസരിച്ചാ? അള്ളാഹുവിൻ്റെ തീരുമാനം അനുസരിച്ചാ. അത് പറഞ്ഞിട്ട് ആരെങ്കിലും റോട്ടിൻ്റെ നടുവ് പോയി നിന്നിട്ട് അള്ളാഹിൻ്റെ തീരുമാനം ഉണ്ടെങ്കിലേ ബസ് മുട്ടുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെയല്ല. എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് നന്മകളെന്ന് നന്നായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പാപമായി പടച്ച തമ്പുരാൻ തീരെ അള്ളാഹു പൊറുക്കാത്ത പാപമായി പറഞ്ഞത് ശിർക്ക. സത്യവിശ്വാസികളാണ് നിങ്ങൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് മനസ്സമാധാനവും സ്വസ്ഥതയും ഒക്കെ കിട്ടുന്നത്. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് വരാൻ പാടില്ല. ഇനി വേറൊരു ചോദ്യം, നിങ്ങൾ ഈ പഠിച്ച നമ്മുടെ മോറൽ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള നിങ്ങളുടെ ധാരണയൊന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഒരാൾ സത്യവിശ്വാസിയാവാൻ അയാൾ സ്വന്തത്തേക്കാൾ, സ്വന്തം ശരീരത്തേക്കാൾ, അവനവൻ്റെ മാതാപിതാക്കളേക്കാൾ, സഹോദരങ്ങളെക്കാൾ, കൂട്ടുകാരേക്കാൾ ഒക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടേണ്ടത് ആരെയാണ്? ഉറക്കെ പറയും. അള്ളാഹുവിന് ഇഷ്ടപ്പെടണം. പിന്നെ ആരെ ഇഷ്ടപ്പെടണം? ഉറക്കെ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടണം, അല്ലേ? അള്ളാഹുവിനെയും പ്രവാചകനെയും ഇഷ്ടപ്പെടുമ്പോഴാണ് യഥാർത്ഥ ഇഷ്ടമാവണം കേട്ടോ. സ്വന്തത്തേക്കാൾ, ഉമ്മബാപ്പമാരേക്കാൾ, കൂട്ടുകാരികളേക്കാൾ, എല്ലാവരേക്കാളും അവർ നമുക്ക് പ്രിയപ്പെട്ടവരാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ മുസ്ലിങ്ങളാകുന്നത്. ചോദ്യം, എങ്ങനെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടേണ്ടത്? ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. നബിയുടെ പാത പിന്തുടരുക. ആ ഉത്തരം ശരിയാണോ? ഇവിടെ ഒരു മോള് പറഞ്ഞു, പ്രവാചകനെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രവാചകൻ്റെ ജീവിത രീതി, പ്രവാചകൻ്റെ മാതൃക പിന്തുടരുക എന്നാണ്. ശരിയാണോ? പറയിൻ, ഉറക്കെ പറയും. ആണോ? ആണ്, അല്ലേ? മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി. റസൂൽ അങ്ങനെയാണ് പറഞ്ഞത്. എൻ്റെ ജീവിത മാതൃക ഒരാൾ പിൻപറ്റിയാൽ, എൻ്റെ സുന്നത്തിനെ ഒരാൾ അനുധാവനം ചെയ്താൽ
അവൻ്റെ ജീവിതമാർഗമായി സ്വീകരിച്ചാൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ മുസ്ലിങ്ങളാവണമെങ്കിൽ റസൂലിനെ ഇഷ്ടപ്പെടണം, റസൂലിൻ്റെ മാതൃക പിൻപറ്റണം. ശരി, അടുത്തൊരു ചോദ്യം. നമ്മൾ പലരും ഇഷ്ടപ്പെടാറുണ്ട് അല്ലേ? ഏറ്റവും കൂടുതൽ ഇഷ്ടാരെ? ഏറ്റവും കൂടുതൽ ഇഷ്ടാരെ? ക്വിസ് മത്സരത്തിന് ഉത്തരം എഴുതിയാൽ പോരാ, പിന്നെയോ ജീവിതത്തിലാവണം. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? റസൂലിനെ ഇഷ്ടപ്പെടുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക പിൻപറ്റിയിട്ടാണ്. പടച്ച തമ്പുരാൻ എങ്ങനെ ഇഷ്ടപ്പെടുക? അള്ളാഹു കൽപ്പിച്ചത് അനുസരിക്കുക അല്ലേ? അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കുക. ഓക്കെ, അള്ളാഹുവിനെയും പ്രവാചകനെയും മാറ്റി നിർത്തിയാൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ആരോടാ? ഉറക്കെ പറയണം. മാതാപിതാക്കളോട്. നിങ്ങൾക്ക് ഈ 2-3 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ആർക്കെങ്കിലും നമ്മൾ നമ്മുടെ ഉമ്മാനെയും ബാപ്പാനെയും സ്നേഹിക്കുന്നത് മതിയായ രീതിയിലല്ല, വേണ്ടത്ര ആയിട്ടില്ല എന്ന് തോന്നിയിരുന്നോ? പറയും നിങ്ങൾ, ഉറക്കെ തോന്നിയിരുന്നോ? എൻ്റെ ക്ലാസ്സിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയോ? ഞാനൊരു സംഭവം പറയാം. 2-3 വർഷം മുമ്പ്, 2-3 വർഷം കോവിഡ് കഴിഞ്ഞ തൊട്ട വർഷം, ഒരു മോറൽ ഹട്ട് റിലീജിയസ് സ്കൂൾ, ഒരാഴ്ച നീണ്ടു നിന്ന റിലീജിയസ് സ്കൂളിൻ്റെ സമാപന സെഷൻ. എന്നെ അതിൽ സംസാരിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു. ഒരു ഭാഗത്ത് ഡെലിഗേറ്റ്സ്, കുട്ടികൾ, ഇപ്പുറത്ത് അവരുടെ പാരൻസ്. ചിലർ ഉമ്മയും ബാപ്പയുണ്ട്, ചിലരുടെ ബാപ്പ ഉമ്മ, അങ്ങനെ ഏകദേശം ഒരു 50ഓളം കുട്ടികളുണ്ട്. അങ്ങനെ എൻ്റെ സംസാരമൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്കുള്ള അവസരം കൊടുത്തപ്പോൾ സുമുഖനായ ഒരു +2കാരനങ്ങനെ നീറ്റ് വന്ന് നിന്നു. വെളുത്ത് നല്ലൊരു പയ്യൻ, അത്യാവശ്യം ആൾക്കാരെ കണ്ടാൽ തന്നെ അറിയാമല്ലോ നമുക്ക്. കുറച്ചു കാലം ഗൾഫിലൊക്കെ ജീവിച്ച കുട്ടിയെപ്പോലെ തോന്നി എനിക്കവനെ. അവൻ സലാം പറഞ്ഞിട്ട് കുറച്ചു നേരം മിണ്ടാതെ അങ്ങനെ നിന്നു. എന്നിട്ട് പറഞ്ഞു, എന്നെ എൻ്റെ ഉമ്മ നിർബന്ധിച്ചാണ് ഈ റിലീജിയസ് സ്കൂളിലേക്ക് വിട്ടത്. സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പേ എന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങനൊരു പരിപാടിയുണ്ട്, കൊടിയത്തൂരടുത്താണ് ആ പ്രോഗ്രാം നടന്നിരുന്നത്, നീ നിർബന്ധമായും പോകണം. അപ്പോൾ അവൻ പറഞ്ഞു, ഞങ്ങളിവിടെ പ്രാദേശികമായിട്ടൊരു ഫുട്ബോൾ ടൂർണമെൻ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഞാനാണതിൻ്റെ പ്രധാനപ്പെട്ട ചാർജ് വഹിക്കുന്ന ആൾ, നിങ്ങൾ എന്ത് പണിയാണ് കാട്ടിയത്, ഇനിയും പോകാലോ. അങ്ങനെ പറയരുത് മോനെ, നിർബന്ധിച്ചു. എൻ്റെ ബാപ്പ ഗൾഫിലായതുകൊണ്ട് തന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഉമ്മയാണ് ചെയ്യാറുള്ളത്. ഞാൻ ക്യാമ്പിന് പോരുന്നത് ഉമ്മയെ പ്രാഗി പറഞ്ഞിട്ടാണ്. പണ്ടാരത്തള്ളാന്നൊക്കെ പറയില്ലേ ചിലപ്പോൾ. പോരുമ്പോൾ ഞാൻ ഇങ്ങനെ കൂടെ പറഞ്ഞു, ഇതിൻ്റെ അവസാനത്തെ ക്യാമ്പാണ്, ഈ ക്യാമ്പ് കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോന്നത്. ഇത്ര പറഞ്ഞെത്തിയപ്പോഴേക്കും ആ ചെറുപ്പക്കാരൻ്റെ, ആ വിദ്യാർത്ഥിയുടെ ശബ്ദമിടറി തുടങ്ങി. എന്നിട്ട് അവങ്ങനെ കുറച്ച് സമയം നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മയെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടില്ല എന്ന് ഈ ക്യാമ്പിൽ വന്നപ്പോഴാണ് എനിക്ക് ബോധ്യമായത്. എൻ്റെ ശിഷ്ടകാലം മുഴുവൻ, അങ്ങനെയല്ലോ പറഞ്ഞിട്ട് ആ വാക്കെൻ്റെയാണ്, എൻ്റെ ജീവിതകാലം മുഴുവൻ. ഇപ്പം ഞാനിങ്ങനെ നോക്കുന്നത് കുട്ടികളെയല്ലേ ആയിരുന്നു. രക്ഷിതാക്കളിരിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി, ഏതാ ഉമ്മ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എങ്ങനെയാ? ഉമ്മ കരയുണ്ടാവും അല്ലേ? ഉമ്മ കരയുണ്ടാവും, ശരിയാ. ആ ഒരുവിധം ആളുകളുടെയൊക്കെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ്റെ പെറ്റുമ്മയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ്. നിങ്ങൾ പറഞ്ഞു, അള്ളാഹുവും പ്രവാചകനും കഴിഞ്ഞാൽ ദുനിയാവിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്
നമുക്ക് ബാധ്യതയുള്ളത്, കടപ്പാടുള്ളത് മാതാപിതാക്കളോടാണ്. മാതാപിതാക്കളോടുള്ള കടപ്പാട് പൂർത്തിയാക്കിയാൽ അള്ളാഹു നൽകിയ ഓഫർ എന്താ അറിയും നിങ്ങൾക്ക്? എൻ്റെ അടുത്ത ചോദ്യമാണ്. ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഉസ്താദന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, 2 കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ കൃത്യമായി പൂർത്തിയാക്കണം. ആ 2 കാര്യം നമുക്ക് ആവശ്യമുള്ളതാണ്. ഒന്ന് എന്താണെന്നറിയോ? ദീർഘായുസ്. അല്ലേ? നമ്മളെല്ലാവരും ഒരുപാട് കാലം ജീവിക്കണം എന്ന് ആഗ്രഹിക്കണില്ലേ? നിങ്ങൾ ആരെങ്കിലും പടച്ചോനെ ഇന്നൊരു 20 വയസ്സിൽ മരിപ്പിക്കണേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിക്കുന്നത് കേട്ടുക്കണോ? പടച്ചോനെ എന്നെ, അല്ലേ? 100ലും കൂടി 100 വയസ്സായ ഒരാളോട് ചോദിച്ചു നോക്കുക, നിങ്ങൾക്ക് മരിക്കാൻ വല്ല പൂജയുണ്ട്? ഏയ് മനെ അങ്ങനെയൊന്നും വെച്ച് പറയരുത്, അല്ലേ? മനസ്സിന് ഇടങ്ങാറുണ്ടാക്കണ വർത്താനം നീയോ പറയരുതെന്നാണ് പറയുക. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് ദീർഘായുസ്. ഒരാൾ ദീർഘായുസ് കൊതിക്കുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യട്ടെ? അയാളുടെ ഉമ്മയോടും ബാപ്പയോടുമുള്ള ഉത്തരവാദിത്വം നിർവഹിക്കട്ടെ എന്ന്. രണ്ടാമത് നമ്മൾ ആഗ്രഹിക്കുന്ന വലിയതെന്താ? ദുനിയാവിലെ സുഖസൗകര്യങ്ങളാണ്. ആണോ? അല്ലേ? നല്ല വസ്ത്രം നമ്മൾ ആഗ്രഹിക്കാറില്ലേ? നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, അതെ. പിന്നെയോ നല്ലൊരു വാഹനം. കുട്ടികളാകുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു മുറി, നമുക്കൊരു നല്ലൊരു റൂം വീട്ടിൽ, അല്ലേ? ആവശ്യത്തിൻ്റെ ഫർണിച്ചർ, ഒരു AC ഒക്കെ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ. അത്യാവശ്യം സൗകര്യം, ഒരു മേശ, കട്ടിൽ, ഇതൊക്കെ നമ്മുടെ ആഗ്രഹം. ഭൗതികമായ നമ്മുടെ ഉപജീവനം അതിൽപ്പെടുന്നതാണ് ഇതൊക്കെ. ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങളൊരൊറ്റ കാര്യം ചെയ്താൽ മതി. എന്താ? ഉമ്മയോടും ബാപ്പയോടുമുള്ള കടപ്പാടുകൾ കൃത്യമായി നിർവഹിക്കുക. അപ്പം നിങ്ങൾ ചോദിക്കും, ഉമ്മാനെയും ബാപ്പാനെയും നോക്കാത്ത എത്രങ്ങാനും മുതലാളിമാരുണ്ട്, അല്ലേ? അള്ളാഹിൽ തന്നെ വിശ്വസിക്കാത്ത കുറേ മുതലാളിമാരില്ലേ? അത് ദുനിയാവിൽ അള്ളാഹു ചില ആളുകൾ അങ്ങനെയാണ്. ഇവിടെയാണ് ആരുണ്ടായിരുന്നത്? ഫിർഔനുണ്ടായിരുന്നത്. ഫിർഔനിന് പടച്ചോന് വിശ്വാസം ഉണ്ടായിരുന്നോ? ഫിർഔന് ഇല്ലല്ലോ. മൂസാ നബി അലൈഹി ഇസ്ലാമയെയും അനുചരന്മാരെയും ഏറ്റവും കൂടുതൽ ദ്രോഹിച്ച ധിക്കാരിയായ ഭരണാധികാരിയാണ്. മുക്കിക്കൊന്നെങ്കിലും ഒരുപാട് കാലം അദ്ദേഹം രാജാവായി വിലസിയില്ലേ? അങ്ങനെയൊക്കെ അള്ളാഹു കൊടുക്കും. സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ തൻ്റെ ദീർഘായുസ്സും ദുനിയാവിലെ അനുഗ്രഹങ്ങളും തേടുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ കൃത്യമായി പൂർത്തിയാക്കട്ടെ എന്നാണ്. എന്താ മാതാപിതാക്കളോടുള്ള ബാധ്യത? നിങ്ങളൊക്കെ ഒരു ശരാശരി പ്രായം എനിക്ക് തോന്നുന്നു ഒരു 15-ൻ്റെയും 18-ൻ്റെയും ഇടയിലായിരിക്കും, അല്ലേ? 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ അങ്ങനെ ആയിട്ടുണ്ടാവും, അല്ലേ? ശരിയല്ലേ? അതായിരിക്കും ഏജ്. ഞാൻ ഒറ്റ ചോദ്യം, ഉപ്പമാരെയും ഉമ്മമാരെയും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടാ? വെറുതെ അറിയാൻ വേണ്ടിയിട്ടില്ല. അങ്ങനെ ഉപ്പമാരോടും ഉമ്മമാരോടൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കൈബന്ധിച്ചേ. ധൈര്യമായിട്ട് പൊക്കിക്കോ. ആ, കൈ താഴ്ത്തിക്കോ. ഞാനൊരു ഉപ്പയാണ്, ഇതൊക്കെ ഉപ്പമാരാണ്, വല്യുപ്പമാരാണ്. എനിക്ക് 4 പേരക്കുട്ടികളൊക്കെ ഉണ്ട്. ഞാൻ വല്യുപ്പേ. അതൊരു വലിയ സന്തോഷമാണ് രക്ഷിതാക്കൾക്ക്. എനിക്ക് 4 മക്കളാണ്. എൻ്റെ ഇളയ മോന് 24 വയസ്സായി, മൂത്ത മോന് 31 വയസ്സായി. ഇത് രണ്ടും തമ്മിൽ ജനറേഷൻ്റെ വ്യത്യാസം ഉണ്ടാവില്ലേ? 5-6-7 വയസ്സെന്ന് പറഞ്ഞാൽ രണ്ടും 2 നേച്ചറാണ്. ഇപ്പം ഇളയ മോൻ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മറുപടി പറയും. മൂത്ത മകൻ പൊതുവെ മറുപടി പറയാറില്ല, തർക്കിക്കാറില്ല, ശാന്തന. മറുപടി പറഞ്ഞ് അധികമായി എന്ന് തോന്നിയാൽ അത്, അല്ലേ, മസ്ലഹത്താക്കാൻ, മാലീസാക്കാൻ ഇളയ മോനൊരു പരിപാടിയുണ്ട്. അതെന്താ? ഞാൻ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇരിക്കണ്ടോ നോക്കി നിൽക്കുവൻ, കെട്ടിപ്പിടിച്ചത് സോൾവ് ചെയ്യാൻ, അല്ലേ? എന്തെങ്കിലും അധികം പറഞ്ഞെങ്കിലും ആ കെട്ടിപ്പിടുത്തവും ഉമ്മയുമൊക്കെ മക്കൾക്ക്, മാതാപിതാക്കൾക്ക് നൽകുന്ന സന്തോഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പോൾ മോറൽ സ്കൂളുകളിൽ പോയി നമ്മുടെ ഹട്ടുകളിൽ റിലീജിയസ് ക്ലാസ്സുകളിൽ പങ്കെടുത്ത കുട്ടികളിൽ ആ മാറ്റം ഉണ്ടാവണം. ആദ്യമൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ചമ്മലുണ്ടാവും, അല്ലേ? എത്രയും കാലം മാക്ക് ഉമ്മ കൊടുക്കാണ്ട്.
ഞാനൊരിക്കൽ ഈ പട്ടാമ്പിയുടെ അടുത്ത സ്ഥലമായതുകൊണ്ട് നിങ്ങൾക്ക് അറിയുമല്ലോ, ഒരു ശാഖയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഉപ്പയെ കാണാൻ ചെന്നു. ഉപ്പ എന്ന് പറഞ്ഞാൽ 80 മുകളിൽ പ്രായമുള്ള ഉപ്പയാണ്. ശയ്യാവലംബിയ കിടപ്പിലാണ്. മോൻ നാട്ടിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവാണ്, പഞ്ചായത്തിൻ്റെ ഉപാധ്യക്ഷനാണെന്ന്. അപ്പം ഞാനൊരു സുഹൃത്തിൻ്റെ കൂടെയാണ് ഉപ്പയെ കാണാൻ ചെന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കട്ടിലിരുന്ന് കുറേ നേരം വർത്തമാനം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അറിയാണ്ട് ചോദിച്ചു പോയി മകനെക്കുറിച്ച്. അപ്പോൾ ഈ മോൻ്റെ വീട്ടിലല്ല അദ്ദേഹം കഴിയുന്നത്, മറ്റൊരു മകൻ്റെ വീട്ടിലാണ്. ഇന്നയാൾ വരാറില്ലേ എന്ന് ചോദിച്ചു. അതിൽ ഉപ്പ പറഞ്ഞു, വരലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. കുറച്ച് നേരം ഇങ്ങനെ നിർത്തിയിട്ട് വരലൊക്കെ ഉണ്ട്. എന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അപ്പം എന്നെ അറിയാം അദ്ദേഹത്തിനോട്. എന്നെ മാഷെന്നാണ് വിളിച്ചു. മാഷേ, ഓ എനിക്കൊന്നും തരുമൊന്നും വേണ്ട, എപ്പോഴെങ്കിലും വന്നിട്ട് എൻ്റെ അടുത്ത് അവന് കുറച്ച് നേരം ഇരുന്നൂടെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു 80 കഴിഞ്ഞ അല്ലെങ്കിൽ പ്രായം ഏറെ എത്തിയിട്ടുള്ള ഉമ്മയോ ഉപ്പയോ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇപ്പം നിങ്ങളെയൊക്കെ ഉമ്മയും ബാപ്പയൊക്കെ ചെറുപ്പക്കാരായിരിക്കും അല്ലേ? നിങ്ങളൊക്കെ ഒരു യൗവനത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ പ്രായമാകുമ്പോൾ നിങ്ങളുടെ ഉപ്പയും ഉമ്മയൊക്കെ വളരെ പ്രായം ചെന്നവരാകും. അവരാഗ്രഹിക്കുക, എന്താ ആഗ്രഹിക്കണത്? മക്കൾ അടുത്ത് പോയിരുന്നിട്ട് ഉമ്മയുടെ കൈ പിടിച്ചിട്ടൊന്നിങ്ങനെ തടവി അല്ലേ, ഉമ്മ ഇരിക്കുകയാണെങ്കിൽ തോളിൽ കൂടെ ഒന്ന് കൈയിട്ട് നെറുകയിലൊരു ഉമ്മയൊക്കെ കൊടുത്ത്, അത് ചെറിയൊരു പ്രായത്തിൽ തന്നെ നമ്മൾ ശീലിച്ചു തുടങ്ങിയ വല്ലാത്ത ബന്ധമായിരിക്കും നിങ്ങൾ തമ്മിൽ. അങ്ങനെ ആകുമ്പോഴാണ്, നിങ്ങളിപ്പോൾ ഈ പ്രായത്തിലുള്ള മക്കളാണല്ലോ, നിങ്ങളുടെ ഏറ്റവും അടുത്ത വ്യക്തിയാവേണ്ടത് നിങ്ങളുടെ ഉമ്മയാണ്, നിങ്ങളുടെ ഫ്രണ്ട്സല്ല. ആരാണ്? ഉമ്മയാണ്. ഉമ്മയോട് പങ്കുവെക്കാത്ത ഒരു രഹസ്യവും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഇപ്പം എൻ്റെ 2 പെൺമക്കൾ PG ഒക്കെ കഴിഞ്ഞ മുകളിൽ അത്യാവശ്യം പ്രായമുള്ളവരാണ്. അവർ കോളേജിൽ നിന്നൊക്കെ വന്നാൽ എൻ്റെ വൈഫ് മണിക്കൂറുകളോളം ഇരുന്ന് വർത്തമാനം പറയും. അപ്പോൾ ഇടയ്ക്ക് എനിക്ക് ഭ്രാന്ത് വരും, സ്വാഭാവികമല്ലേ? എന്തൊരു വർത്തമാനം അത്! ഭക്ഷണമൊക്കെ കഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവരൊരു 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ സംസാരിക്കും. അപ്പം എൻ്റെ ഭാര്യ പറയൽ എന്താണെന്നറിയോ? ഞങ്ങൾ മക്കൾക്കും ഉമ്മാർക്കും കുറേ കാര്യങ്ങൾ പറയണ്ടാവും, നിങ്ങളത് നോക്കണ്ടെന്നാണ് പറയുക. ശരിയാണ്. നിങ്ങളുടെ മാതാക്കൾ അറിയാത്തൊരു രഹസ്യവും നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. നിങ്ങളുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ആളുകളായിരിക്കണം നിങ്ങൾ വിവാഹിതരാകുന്നത് വരെ. ആര്? നിങ്ങളുടെ ഉമ്മ. അങ്ങനെ ആവണമെങ്കിൽ എന്ത് വേണം? നല്ല ബന്ധമാവണം അല്ലേ? ഉമ്മാനെ കാണുന്നത് തന്നെ അരോചകമായാലും ഉമ്മാനോട് എന്തെങ്കിലും പറയുമോ? മനസ്സ് തുറക്കണം. എല്ലാ ഉമ്മമാരും ഇഷ്ടപ്പെടുന്നു മക്കൾ സ്നേഹവായ്പ കാണിക്കുന്നത്. അടുത്തൊരു ചോദ്യം. വിശ്വാസികൾ എന്ന നിലയിൽ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതം ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആരാധനകൾക്ക് അതിൽ വലിയൊരു പ്രാധാന്യമുണ്ട് അല്ലേ? സമയബന്ധിതമായി നമ്മൾ നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരാധനയാണേത്? അവർക്ക് പറയും നമസ്കാരം അല്ലേ? നമസ്കാരം. എൻ്റെ ചോദ്യം ഇതാണ്. പതിവായി സൂര്യോദയത്തിന് മുമ്പ് സുബ്ഹി നമസ്കരിക്കുന്ന ശീലം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാവൂലേ? ഞാൻ ചോദിക്കുന്നില്ല. ഉണ്ടാവണം. എല്ലാ കുട്ടികൾക്കും. നിങ്ങളൊന്നും ചിലപ്പോൾ പള്ളിയിൽ പോയിട്ട് ജമാഅത്ത് പങ്കെടുക്കുന്നവരാവില്ല. പക്ഷെ അവനവൻ്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കുകയാണെങ്കിലും എപ്പോൾ നിസ്കരിക്കണം? സുബ്ഹിൻ്റെ സമയത്ത് നിസ്കരിക്കണം. മറ്റു നിസ്കാരങ്ങൾ സുബ്ഹി നിങ്ങൾ സൂര്യോദയത്തിന് മുമ്പ് അതിൻ്റെ ഏറ്റവും അഫ്ളലായ സമയത്ത് നിങ്ങൾ നിർവഹിച്ച് പോരുകയാണെങ്കിൽ മറ്റാരാധനകൾ മറ്റു നിസ്കാരമൊക്കെ അതിനനുസരിച്ച് നിങ്ങൾ ക്രമീകരിക്കും. ഉറപ്പാണ്. നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലും
നമ്മുടെ സംസ്കാരത്തിലുമൊക്കെ നമ്മുടെ ആരാധനകൾക്ക് വലിയ സ്വാധീനമുണ്ട്. നിസ്കരിച്ചാൽ സ്വർഗം കിട്ടുന്ന എവിടെയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ടാ? നമസ്കരിച്ചാൽ സ്വർഗം കിട്ടുന്ന എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? പിന്നെന്താ പറഞ്ഞത്? നമസ്കാരവും നോമ്പും അതുപോലെയുള്ള ആരാധനകളൊക്കെ ജീവിതത്തിൽ കൃത്യമായിട്ടുണ്ടായാൽ അതിനനുസരിച്ച് നമ്മുടെ സംസ്കാരം വളരും, അല്ലേ? നമ്മൾ നല്ല വിശ്വാസികളാവും, നല്ല വ്യക്തികളാവുന്ന. ഇനി നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായി കാണണമെന്ന് താല്പര്യപ്പെടുന്ന ഒരു 2-3 നല്ല ഗുണങ്ങൾ പറഞ്ഞേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാളിൽ ഉണ്ടാവണം, അയാൾ ഇന്ന ഗുണമുള്ള ആളാവണം നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ആരെങ്കിലും ഒരാൾ പറയും, ഒരു നല്ല ഗുണം പറഞ്ഞേ. മറ്റുള്ളവരിലുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു കേട്ടോ. ക്ഷമയുണ്ടാവണം. ക്ഷമയുണ്ടാവണം, അല്ലേ? ചിലപ്പോൾ പരിയുന്നുള്ള അനുഭവങ്ങളായിരിക്കും ആളെയും കൊണ്ട് അത് പറയിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കൂട്ടുകാരികളിൽ നിന്നുള്ള, അങ്ങനെ ആവാലോ. വേറെ നല്ല പെരുമാറ്റം. കണ്ടോ? നല്ല പെരുമാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ വരുന്നില്ലേ? ഓക്കെ. വേറെ സത്യസന്ധത, അല്ലേ? സത്യസന്ധത. പിന്നെ ഇതൊക്കെ മറ്റുള്ളവരിൽ ഉണ്ടാവണം നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ? എല്ലാവരും നമ്മളോട് നന്നായി പെരുമാറണം നമ്മൾ ആഗ്രഹിക്കും. ആളുകളൊക്കെ സത്യസന്ധന്മാരാണെങ്കിൽ ഈ ദുനിയാവ് എത്ര സുന്ദരമായിരിക്കും. അല്ലാഹുവിൻ്റെ റസൂലിനോട് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് കുറേ ഉപദേശമൊന്നും വേണ്ട, അല്ലേ? കുറേ ഉപദേശമൊന്നും വേണ്ട, ഒരൊറ്റ ഉപദേശം റസൂൽ, ഒരൊറ്റ ഉപദേശം തന്നാൽ മതി, ഞാൻ നന്നാകാൻ ശ്രമിക്കാമെന്ന ഒരു ഉപദേശം. റസൂൽ എന്തേ പറഞ്ഞത്? 2-3 ഘട്ടങ്ങളിൽ വ്യത്യസ്തമായ ഉപദേശം കൊടുത്തുകൊണ്ട് അതിലൊരിക്കൽ റസൂൽ പറഞ്ഞത്, നീ എന്തു ചെയ്യണം? സത്യം മാത്രമേ പറയാവൂ. നിങ്ങൾ ചിന്തിക്കും, സത്യം മാത്രം പറയുന്ന ഞാനും നിങ്ങളും തീരുമാനിച്ചാൽ നമ്മൾ നന്നായി. സത്യം മാത്രമേ പറയൂ എന്ന് ഞാനും നിങ്ങളും തീരുമാനിച്ചാൽ നമ്മൾ നന്നാവും, നമ്മളുമായി ബന്ധപ്പെട്ട സമൂഹം അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. എവിടേക്കാടാ പോയിരുന്നത്? നീ എവിടേക്കാടി പോയത്? ഞാൻ അന്ന് ക്ലാസ്സൊന്നും ഉണ്ടായിരുന്നില്ല, ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ അങ്ങാടി പോയി ഒരു ഷാർജ ഷെയ്ക്കൊക്കെ ഒരു ഷെയ്ക്കൊക്കെ കഴിച്ചിങ്ങനെ കറങ്ങിങ്ങനെ. ആ കറക്കം വേണ്ട കേട്ടോ. പിന്നെ ഉമ്മാടെ ഒരു നീണ്ട ഉപദേശമൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാകും. ഇതൊക്കെ ഒഴിവാക്കാൻ നമ്മൾ എന്താ പറയുക? ക്ലാസ് ഉണ്ടായിരുന്നു, അവിടെ ക്ലോസ്, അല്ലേ? പിന്നെ ഉമ്മ രണ്ടാമത് ചോദിക്കൂല. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു, പിന്നെ ഒന്നും ചോദിക്കൂല. എല്ലാം അങ്ങനെയാ. സത്യമേ പറയൂ എന്നൊരു തീരുമാനം എടുത്താൽ പിന്നെ നമുക്ക് നന്മ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നിന്നെയാണല്ലോ അവിടെ കണ്ടത്. അതെ, ഞാൻ എന്താ നോക്കാൻ വേണ്ടി പോയതൊന്നുമല്ല, അങ്ങനെ ഹരമുള്ളല്ലോ ചെറുപ്പക്കാരൊക്കെ പോണ് കണ്ടു. ഈ മലപ്പുറം ജില്ലയിൽ ഒരിക്കൽ ഒരു സ്ഥലത്തൊരു കടയുദ്ഘാടനത്തിന് ഒരു സെലിബ്രിറ്റി വന്നിട്ട് സ്കൂള് രാവിലെ 2 പീരീഡ് കട്ടായൊരു സ്ഥലമുണ്ട്, കേട്ടിട്ടുണ്ട് നിങ്ങൾ? അല്ലേ? ഒരു പ്രാദേശിക സ്ഥാപന ഉദ്ഘാടനത്തിനൊരു യൂട്യൂബിൽ പോപ്പുലറായൊരു ചങ്ങാതി വന്നിട്ടേ ആൺകുട്ടികൾ കംപ്ലീറ്റ് റോട്ടിലായിരുന്നു. എന്താ എൻ്റെ പേര്? തൊപ്പി, അല്ലേ? ഇപ്പോൾ ഒരു ചങ്ങാതിനെ ഇന്നും കൂടെ പോലീസ് കസ്റ്റഡി നീട്ടി എന്തോ ചെയ്തിട്ടുണ്ട്. എന്താ അവൻ്റെ പേര്? വേടൻ. കടാ, ഈ അടുത്ത് വേടൻ്റെ ഒരു പ്രോഗ്രാം ഒരു ബീച്ച് ഫെസ്റ്റിവലിന് വെച്ചിട്ട് പോലീസുകാർ പറഞ്ഞെന്താ അറിയോ? ഞങ്ങൾ വിട്ടു എന്നാ പറഞ്ഞു.
2000 ആളുകൾ പങ്കെടുക്കുമെന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ 20,000 കാണികൾ എത്തിയെന്ന 20,000 ആളുകൾ 20,000 കാണികളെ പോലീസിന് നിയന്ത്രിക്കാനാവില്ല. അവസാനം പ്രോഗ്രാം കയ്യിൽ നിന്ന് പോയി, വലിയ നാശനഷ്ടങ്ങൾ. ഇന്ന് പല ചെറുപ്പക്കാരും ഇങ്ങനെയുള്ള സംഗതികളുടെ കൂടെയാണ്. ഈ AI എന്ന് പറഞ്ഞാൽ എന്താ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നിങ്ങൾക്കറിയാലേ, ചിലപ്പോൾ ആ കോഴ്സൊക്കെ എടുത്ത് ഹയർ ലെവൽ പഠനമൊക്കെ താല്പര്യപ്പെടുന്ന കുട്ടികൾ ഇതിലുണ്ടാവും. അതിൻ്റെ ഒരു ചെറിയ പാട്ടാണ്. ഇപ്പം നിങ്ങളുടെ മൊബൈൽ ഫോൺ വാങ്ങിയാൽ നിങ്ങളുടെ ടേസ്റ്റ് ഞാൻ പറയും എന്താന്ന്. നിങ്ങൾക്കൊക്കെ അറിയാലേ, നിങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ കണ്ടിട്ടുള്ള റീലുകൾ മാത്രം പരിശോധിച്ചാൽ എന്താണ് നിങ്ങളുടെ ടേസ്റ്റ് എന്നറിയില്ലേ? അറിയില്ലേ? എന്താണ് ഈ മൊബൈലിൽ പണിയണത്? ഉമ്മ അതൊന്നും ഞാൻ കളവ് പറയില്ല. നമ്മൾ തീരുമാനിച്ച മാനോട് പറയേണ്ടി വരും, ഉമ്മ അത് വേടൻ്റെ റീലാ അല്ലേ, അത് തൊപ്പിയുടെ. ഞാനും നിങ്ങളുമൊക്കെ നന്മയുടെ പക്ഷത്ത് നിൽക്കണം, ദുനിയാവിലും ആഖിറത്തിലും ഏറ്റവും സന്തോഷിക്കുന്നവരാവണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അപ്പം നിങ്ങൾ പറഞ്ഞല്ലോ, ക്ഷമയുള്ളവരാവണം, നല്ല പെരുമാറ്റമുണ്ടാവണം, സത്യസന്ധരാവണം, ഇങ്ങനെ എണ്ണി നമുക്ക് കുറേ പറയാൻ കഴിയും. ഇതൊക്കെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് അനുഭവിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ട് അല്ലേ? അതേ സന്തോഷം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനും കഴിയണം. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരാവണം, സത്യസന്ധത പുലർത്തുന്നവരാവണം. അതിൻ്റെ മെച്ചം എന്തറിയോ? നമ്മുടെ ചിരിയാണെങ്കിലും, നമ്മൾ ഇടപഴകുന്നതാണെങ്കിലും, നമ്മൾ സംസാരിക്കുന്നതാണെങ്കിലും, അതൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഹൃദ്യമാവണം. ഹൃദ്യമാവുക എപ്പോഴാണെന്നറിയോ? അതിലൊരു കാപട്യം ഉണ്ടാവാൻ പാടില്ല. പ്രായം ചെന്ന പല സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളോട്, ഇപ്പം മുഹമ്മദ് സാഹിബിനോടൊക്കെ ചോദിച്ചാൽ 100 കണക്കിന് അനുഭവം പറയാനുണ്ടാകും. നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു സമൂഹത്തിലല്ലേ? എന്ത് സമൂഹം എന്നതിന് നമ്മൾ പറയുക? നമ്മൾ ജീവിക്കുന്ന ഈ മിക്സഡ് സമൂഹം ഉണ്ടല്ലോ, ഒരു മതേതര സമൂഹത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. എല്ലാ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരും ഇല്ലേ? നമ്മൾ പഠിക്കുന്നിടത്തുണ്ട്, താമസിക്കുന്നതിൻ്റെ ചുറ്റുപാടുകളിലുണ്ട്, ജോലി ചെയ്യുന്നിടത്തുണ്ട്, ഒക്കെ ഉണ്ടാവും. വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ നമ്മുടെ ചില ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിച്ചായിരിക്കും ജീവിക്കുക. അപ്പോൾ ചില ആളുകൾക്കൊക്കെ അത് തോന്നും, അതെന്താ? അത് അവനൊരു, ഇപ്പോൾ നിങ്ങൾ മുഖമക്കന ധരിച്ച് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നിങ്ങളോട് ചോദിക്കൂലേ, ചില കുട്ടികളെങ്കിലും ചോദിക്കൂലേ, ഇതിട്ട് ചൂടെടുക്കണില്ല, അങ്ങനെ ചോദിക്കുക. അല്ലാണ്ട് ഈ മക്കന ഊരുന്നൊന്നും പറയില്ല. എന്തോ ഇമ്മൊരു വേനൽക്കാലത്ത് നിനക്കൊക്കെ പ്രാന്തുണ്ടോ, ഇത് ഊരിക്കാതെ, ഇവിടെ നമ്മൾ പെൺകുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ എന്നൊക്കെ പറയില്ലേ? പറയും, ഉറപ്പ്. അപ്പം നിങ്ങളെന്താ പറയുക? ഞാൻ ഊരൂലെന്നാ. ഇതെൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അല്ലേ? ഇതുകൊണ്ടുള്ള ചൂടും പുകയൊക്കെ ഞാൻ അനുഭവിക്കുന്ന എന്തിനാണെന്നറിയോ? വലിയ ചൂടും പുകയിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ആ ഒരൊറ്റ വർത്തമാനം മതിയാവും. കണ്ടോ, അത് അവളുടെ വിശ്വാസം. പിന്നെ അതും ആരും തൊടൂല. നമ്മളൊരു മൂരാച്ചിയായിട്ടൊന്നും കാണില്ല. നിങ്ങൾ പെൺകുട്ടികൾ മാത്രമുള്ളത് കൊണ്ട് ഇതുകൂടെ പറഞ്ഞ് നിർത്താം. നിങ്ങൾക്ക് കഴിയണം. ഞാൻ നിങ്ങളുടെ ഈ ജില്ലയിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, പാങ്ങ് കാടാമ്പുഴ അടുത്ത്. അപ്പോൾ എൻ്റെ കൂടെ ഒരു ടീച്ചർ വർക്ക് ചെയ്യുന്നു. ഞാൻ എൻ്റെ ഉമ്മയെപ്പോലെ ഇഷ്ടപ്പെട്ടിരുന്ന ടീച്ചർ, നല്ല പെരുമാറ്റം. ഒരു വർഷം കഴിഞ്ഞ് ഞാൻ പെരിന്തൽമണ്ണയ്ക്കടുത്തേക്ക് സ്ഥലം മാറ്റം വാങ്ങിപ്പോയി. പിന്നീട് കുറേ വർഷത്തിന് ശേഷം ഞാൻ ഈ ടീച്ചർ ഒരു കല്യാണ വീട്ടിൽ വെച്ച് കണ്ടു. അപ്പോൾ ടീച്ചർ സൗഹൃദമൊക്കെ പുതുക്കിയിട്ട് പറഞ്ഞു, പക്ഷേ എൻ്റെ കൂടെ എൻ്റെ മോള് വന്നിട്ടുണ്ട്, ഞാനൊന്ന് പരിചയപ്പെടുത്താം. മോളെ വിളിച്ചു. അപ്പോൾ മോളെന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയല്ല, ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എവിടെ ടീച്ചർ വർക്ക് ചെയ്യണത്, എവിടെ പഠിച്ചത്? അപ്പോൾ പഠിച്ച കോളേജിൻ്റെ പേര് പറഞ്ഞു. ആ കൂട്ടത്തിൽ ഉമ്മ മോളോട് പറഞ്ഞു, മാഷ് മാത്രമല്ല, ഞാനന്ന് ISMൻ്റെ ഭാരവാഹിയാണ്, ISMൻ്റെ ഇന്ന സ്ഥാനം വഹിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മോളായ ടീച്ചർ പറഞ്ഞു, ഞങ്ങളും അത്യാവശ്യമൊക്കെ സംഘടനാ പ്രവർത്തനം കഴിയുന്ന രീതിയിലൊക്കെ
പഠിക്കുമ്പോഴിപ്പോഴും ചെയ്തു വരുന്നുണ്ട്. എന്നിട്ട് അവൾ പഠിച്ച സമയത്ത് അവളുടെ കോളേജിലുണ്ടായ ഒരു അനുഭവം പറഞ്ഞു. നിങ്ങൾക്കതിലൊരു മാതൃകയുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞ ഡിഗ്രി, അവൾ ഫിസിക്സാണ് ഡിഗ്രിയും പി ജിയൊക്കെ ചെയ്തിട്ടുള്ളത്. ഫിസിക്സ് ക്ലാസ്സിൽ 1-ാം വർഷം ഡിഗ്രി ക്ലാസ്സിൽ ചെന്നപ്പോൾ 4-5 ആൺകുട്ടികളുള്ളൂ, ബാക്കി മുഴുവൻ പെൺകുട്ടികളാണ്. വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് വന്ന കുട്ടികൾ. ഒരപരിചിതത്വം ഉണ്ടാവുമല്ലോ. ഈ ടീച്ചറുടെ കൂടെ, ഈ മോളുടെ കൂടെ അവളുടെ അമ്മാവൻ്റെ ഒരു മോളുണ്ട്. ഇവർ 2 പേരും മാത്രമേ ഉള്ളൂ മാന്യമായ വസ്ത്രം ധരിച്ചിട്ടാ ക്ലാസ്സിൽ. എന്ന് പറഞ്ഞാൽ മുഖമക്കന ധരിച്ച കുട്ടികൾ അവരേ ഉള്ളൂ. വേറെ കുറേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികളുണ്ടെങ്കിലും അവരൊക്കെ ഷാള്, ചിലർക്ക് ഷാളുമില്ല. നോൺ മുസ്ലിംസ് മക്കളുണ്ട്. പക്ഷെ ആ കൂട്ടത്തിൽ ഏറ്റവും മോശം വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം ഇങ്ങനെ പരിചയപ്പെടുമല്ലോ. പരിചയപ്പെട്ടപ്പോൾ അവളും ഈ ജില്ലയുടെ പരിധിയിൽ തന്നെ പെരിന്തൽമണ്ണയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലത്തുള്ള കുട്ടിയാണ്. അവളുടെ പേര് കേട്ടപ്പോൾ അവർ അന്താളിച്ചു പോയി. കാരണം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടിയാണ്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. ഈ 2 മുഖമക്കനെയൊക്കെ ധരിച്ചു വരുന്ന കുട്ടികളോട് സംസാരിക്കാൻ പോലും ഈ പെൺകുട്ടിക്ക് താല്പര്യമില്ല. പക്ഷെ ഇവരങ്ങോട്ട് കയറി ഹെഡ് ചെയ്യും. അപ്പോൾ ഒരിക്കൽ ഇവർ പറഞ്ഞു, അത്രേ, നിങ്ങളോടൊക്കെ പലരും പറഞ്ഞതുപോലെ നിങ്ങൾക്കൊക്കെ മനുഷ്യന്മാരെ പോലെ വസ്ത്രം ധരിച്ചു വന്നൂടെ? എത്ര നല്ല ഡ്രസ്സ് കിട്ടും ഇങ്ങനെ വാരിക്കെട്ടിയിട്ട് തള്ളമാരെ പോലെ. അപ്പോൾ ഇവർ 2 തീരുമാനിച്ചു, ഏതാണ് മാന്യതയുടെ വസ്ത്രം, ഏതാണൊരു പെൺകുട്ടിക്ക് സുരക്ഷിതമായ വസ്ത്രം എന്ന് ഇവളെ ബോധ്യപ്പെടുത്തണം. അതിനുള്ള ശ്രമം ആരംഭിച്ചു അവർ. 1 മാസം കഴിഞ്ഞ് ഇവളുടെ ഈ പെൺകുട്ടിയുടെ ബാപ്പ ദുബൈയിൽ ബിസിനസ്സുകാരനാണ്. കോളേജ് ഓപ്പണിംഗ് ഡേയിൽ അവളെ കൊണ്ടുവന്നത് തന്നെ ഒരു പുതിയ മോഡൽ വലിയ വിലപിടിപ്പുള്ള കാറിലായിരുന്നു. അന്നേ ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. 1 മാസം കൂടുമ്പോഴൊക്കെ ബാപ്പ നാട്ടിൽ വരും. അത്രയും സാമ്പത്തികമായി ചുറ്റുപാടുള്ള കുടുംബത്തിലാണ്. അങ്ങനെ 1 മാസം കഴിഞ്ഞിട്ട് കരിപ്പൂർ എയർപോർട്ടിൽ ബാപ്പ ഫ്ലൈറ്റ് ഇറങ്ങി കാറിൽ നേരെ മോളെ കൂട്ടാൻ വേണ്ടി കോളേജിൽ വന്നു. കോളേജിൽ വന്നിട്ട് അദ്ദേഹം മോള് പഠിക്കുന്ന ക്ലാസ് അന്വേഷിച്ച് അവിടെ എത്തി. എന്നിട്ട് ഇങ്ങനെ നോക്കുക. അപ്പോൾ ഒരു ലിഷർ പീരീഡ് ആയിരുന്നു. കുട്ടികളൊക്കെ ഇങ്ങനെ ബെഞ്ചിൽ കൂടിയിരുന്ന് വർത്തമാനം പറയുക. അപ്പോഴാണ് അപരിചിതനായൊരു മനുഷ്യൻ ഇങ്ങനെ വാതിൽക്കൽ വന്നിങ്ങനെ നോക്കുന്നത്. അപ്പം മോളെ കാണാനില്ല. അയാൾ ഒച്ച അനക്കിയിട്ട് ചോദിച്ചു, ഇതല്ലേ ഫിസിക്സ്, BSc ഫിസിക്സ് ഫസ്റ്റ് ഇയർ ക്ലാസ് റൂം ഇതല്ലേ? അപ്പോൾ കുട്ടികളും അതെ. അപ്പോൾ അയാൾ മോളെ പേര് പറഞ്ഞിട്ട്, എൻ്റെ കുട്ടി, ഈ കുട്ടി ക്ലാസ്സിലല്ലേ? അപ്പോൾ ആ കുട്ടി ഇങ്ങനെ എഴുന്നേറ്റ് നിന്നു. ഈ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ടീച്ചറുടെ മോള് പറയണേ, ആ ബാപ്പായുടെ മുഖത്ത് വന്ന ഭാവവ്യത്യാസം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. കാരണം 1 മാസം മുമ്പ് മോളെ കോളേജിൽ വിട്ടു പോകുമ്പോഴുള്ള മോളല്ല അത്. മുഖമക്കന ധരിച്ച് ഒരു വിശ്വാസിനിയുടെ വസ്ത്രം ധരിച്ച് നിൽക്കുന്ന മകളെ കണ്ടിട്ട് ബാപ്പ അങ്ങനെ കണ്ണു തുറിച്ച് നിൽക്കുക. കാരണം ബാപ്പയുടെ പെട്ടിയിൽ ദുബായ് മാർക്കറ്റിൽ കിട്ടുന്ന അൾട്രാ മോഡേൺ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ആർക്ക്? മോൾക്ക് വേണ്ടി. പക്ഷെ 1 മാസക്കാലം കൊണ്ട് അവരുടെ 2 സഹപാഠികൾ അവളെ എന്ത് ചെയ്തു? ഒരു പെൺകുട്ടിക്ക് സുരക്ഷിതമായ വസ്ത്രം, മാന്യതയുടെ വസ്ത്രം ഏതാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. കഴിയില്ലേ നിങ്ങൾക്കൊക്കെ? കഴിയണം. ഇതൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ നാളെ പരലോകത്തെ രക്ഷപ്പെടുക. ഒരാൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത്, ഒരാളെ നന്മയിലേക്ക് വഴി നടത്തി, സ്വന്തം ജീവിതത്തിൽ പരമാവധി വിശുദ്ധി കാത്തു സൂക്ഷിച്ച് അള്ളാഹു ഇഷ്ടപ്പെടുന്ന പ്രവാചകൻ്റെ മാതൃക പിൻപറ്റിയിട്ട് ചെയ്യാവുന്ന കുറേ നന്മകൾ ചെയ്ത്, ഇന്നിപ്പോൾ വൈറലായിട്ടുള്ള ഒരു ക്ലിപ്പുണ്ട്. നമ്മുടെ മിനിഞ്ഞാന്ന് നടന്ന, ഞായറാഴ്ച നടന്ന ഒരു അധ്യാപക സമ്മേളനത്തിൽ സുലൈമാൻ മേൽപ്പത്തൂർ, നിങ്ങൾ കണ്ടത് അല്ലേ? അബ്ദുള്ള മാഷ് എൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ്. കാരണം ഞങ്ങളൊക്കെ ISM ഒപ്പം സ്റ്റേറ്റ് കൗൺസിലുണ്ടായിരുന്നവരാ. എടവണ്ണ അബ്ദുള്ള മാഷ് ഒരു യോഗത്തിൽ സ്റ്റാറായി. അദ്ദേഹത്തെ സ്റ്റാറാക്കിയത് എന്താ? ഒരു നന്മ പ്രവർത്തിക്കുന്നിടത്ത് അദ്ദേഹം കാണിച്ച വ്യഗ്രത, അല്ലേ? നമ്മളൊക്കെ അങ്ങനെയാവണം.
നിങ്ങളുടെ സഹപാഠികൾ ഓർക്കേണ്ടത്, നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾ ഓർക്കേണ്ടത്, നിങ്ങളുടെ രക്ഷിതാക്കളും ഓർക്കുക, നിങ്ങളുടെ നന്മകളെക്കുറിച്ചായിരിക്കണം പറയേണ്ട. അവർക്ക് എൻ്റെ മോളെ എനിക്കറിയാം, എൻ്റെ മോള്, ആ എൻ്റെ മോളെന്ന് പറയുമ്പോൾ ഇനി നമ്മളൊക്കെ ഈ ദുനിയാവിൽ നിന്ന് പിരിഞ്ഞുപോയി നമുക്ക് ശേഷവും നമ്മുടെ മാതാപിതാക്കൾ ജീവിക്കേണ്ടി വന്ന അവർക്കൊക്കെ നമ്മളെക്കുറിച്ച് നല്ലത് മാത്രം ഓർക്കാൻ, നല്ലത് മാത്രം പറയാൻ, നമ്മുടെ കൂടെ ജീവിച്ച മുഴുവൻ ആളുകൾക്കും അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിന് നമ്മൾ പ്രിയപ്പെട്ടവരാവുക. ഒറ്റേ പറയാനുള്ളൂ, എൻ്റെ സമയം തീർന്നു. മോറൽ ഹട്ടിൽ റിലീജിയസ് ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ അത് കടലാസിലല്ല വേണ്ടത്. എവിടെ വേണ്ടത്? ജീവിതത്തിലാണ് വേണ്ടത്. നിങ്ങളൊരാളോട് ചിരിക്കുന്നുവെങ്കിൽ ആ ചിരിയും നിങ്ങളുടെ നന്മയുടെ പട്ടികയിലുണ്ടാകും അല്ലേ? ഇന്ന ആളെ കണ്ടപ്പോൾ ചിരിച്ചത് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല, അള്ളാൻ്റെ വജഹ് അല്ലേ? ഒരു സൗഹൃദം. ഞാൻ എൻ്റെ പരിചയക്കാരായതിൽ ഒരാളെ കാണുമ്പോൾ ചിരിക്കുകയോ ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു നന്മയാണ്. ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളിലും നമുക്കങ്ങനെ നന്മ ചെയ്യാൻ പറ്റും. അതാണ് പ്രവാചകൻ്റെ മാതൃക. അങ്ങനെ ജീവിക്കാൻ നിങ്ങളെ പരിശീലിപ്പിച്ച ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ റിലീജിയസ് ക്ലാസ്സുകൾ. അതിൻ്റെ ഒരു ഒന്നിച്ചുള്ളൊരിരുത്താണ്. അതിനൊരു മാർഗം എന്താ അറിയോ? നിങ്ങളൊക്കെ ഇത്തരം കൂട്ടായ്മകളിൽ കണ്ണിചേരുക. അങ്ങനെ കണ്ണിചേർന്നുള്ള മെച്ചം എന്താ അറിയോ? അള്ളാഹ് നമുക്കൊരു പ്രത്യേക ഒരു വലയുണ്ടാക്കി തരും. നമ്മളിങ്ങനെ തെറ്റിക്കിങ്ങനെ പോകുമ്പോൾ പടച്ചോൻ ശരിയല്ല കേട്ടോ, ഈ വലിയ പ്രസംഗമൊക്കെ നടത്തിയിട്ട് പിന്നെ എവിടേക്കാ ഈ പോണത്? അള്ളാഹു നമ്മുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ടാക്കും. അപ്പം നമ്മൾ നേരെ ഇങ്ങനെ തിരിഞ്ഞു കിടക്കും. വളരെ പ്രഗത്ഭനായ, ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇൻസ്പിരേഷൻ തന്നിട്ടുള്ളൊരു മഹാനായ പണ്ഡിതനുണ്ട്, ഇന്ന് ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ഒരിക്കൽ ഞങ്ങളോടൊരു കഥ പറഞ്ഞ എന്താ അറിയോ? ഒരു സിനിമ പുറത്തിറങ്ങിയപ്പോൾ, ഒരു ചരിത്ര പശ്ചാത്തലമുള്ളൊരു സിനിമ ഇറങ്ങിയപ്പോൾ എനിക്കത് കാണണമെന്ന് വലിയ ആഗ്രഹം. പക്ഷേ ഈ മലബാറിൽ എവിടെയും പോയി എനിക്ക് കാണാൻ പറ്റൂല. കാരണം അവിടേക്കുള്ള ആൾക്കാരിൽ ആരെങ്കിലും ഇന്ന പരിചയമുള്ളുണ്ടാകും. അങ്ങനെ ഞാൻ ദക്ഷിണ കേരളത്തിൽ പോയി തിരിച്ചു വരുമ്പോൾ വഴിയിൽ കൊല്ലത്ത് ബസ് ഇറങ്ങിയിട്ട് ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്റർ ഇങ്ങനെ അന്വേഷിച്ച് നടന്നു പോകുമ്പോൾ എതിരെ വന്നൊരാൾ, അസ്സലാമു അലൈക്കും മൗലവി, നിങ്ങൾ എന്താ ഇവിടെയെന്ന് ചോദിച്ചു. ഉടനെ അടുത്ത ബസ് കയറിയിട്ട് അദ്ദേഹം നാട്ടിലേക്ക് പോന്നു. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? അള്ളാൻ്റെ തീരുമാനമാണ്. ഞാനൊരു തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് പടച്ചോന് ഇഷ്ടമല്ല. അള്ളാഹു ഞാൻ അങ്ങനെ ആഗ്രഹിച്ച് പുറപ്പെട്ടിട്ടും അത് വഴിയിൽ വെച്ച് തടയുക. അള്ളാൻ്റെ ഒരു പരിരക്ഷ കിട്ടും. നമ്മൾ തെറി നാവിൻ്റെ തുമ്പത്തുകൊണ്ട് വരും, വിഴുങ്ങിക്കളയും നമ്മളില്ലേ, വിഴുങ്ങും, പറയൂല. അങ്ങനെ പരിരക്ഷ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഒരു വൃത്തം, നന്മയെക്കുറിച്ച് ചിന്തിക്കുന്ന, നന്മയെക്കുറിച്ച് ആലോചനകളും പ്രവർത്തനങ്ങളും രൂപപ്പെടുത്തുന്ന, അതിന് ഇന്ന് നിങ്ങൾക്കൊരു സംവിധാനമുണ്ട്. എന്താണത്? IGM, ഇൻ്റഗ്രേറ്റഡ് ഗേൾസ് മൂവ്മെൻറ്റ്. എന്താണ് അവരുടെ വർക്ക്? അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളിലൂടെ നിങ്ങളുടെ മാതാപിതാക്കളുടെയും അല്ലേ, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും കണ്ണുകൾ ആനന്ദക്കണ്ണീര് പൊഴിക്കുന്നതിനുള്ള അവസരങ്ങൾ അള്ളാഹു സൃഷ്ടിക്കുമാറാവട്ടെ. നമ്മൾ ഈ കൂടിയതിനേക്കാൾ സന്തോഷത്തോടുകൂടി അള്ളാഹുവിൻ്റെ അനുഗ്രഹീത സ്വർഗത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ സംഗമിക്കാനുള്ള മഹാഭാഗ്യം റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ പഠിച്ച കഴിഞ്ഞ ക്ലാസ്സുകളിലും ഇന്നും ഇവിടെയുമൊക്കെയായി നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ നല്ല കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, നടപ്പിലാക്കാൻ അള്ളാഹു നിങ്ങൾക്കും ഇതിൻ്റെ മുൻനിര പ്രവർത്തകർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.